അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല നല്ല ഇണകളെ നീ നൽകണേ റഹ്മാനായ റബ്ബേ. നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സാലിഹീങ്ങളായ ഇണകളെ അല്ലാഹു നൽകുമാറാകട്ടെ. പടച്ചവനെ, എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന റബ്ബേ, അവരിലേക്ക് എല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ എത്തിക്കണേ അല്ലാഹ്. നല്ലൊരു വിവാഹം എന്നുള്ളത് എല്ലാ യുവതി യുവാക്കളുടെയും വലിയൊരു സ്വപ്നമാണ് അല്ലെ? എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നല്ല ഒരു സാലിഹായ ഇണയെ കിട്ടുക എന്നുള്ളത് യുവതി യുവാക്കളുടെ സ്വപ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഇണകളെ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലാഹു ഓരോ ആളുകളുടെയും ഇണകളെ അല്ലാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ, സാലിഹായ ഇണകളെ കിട്ടാൻ ഇനി പറയുന്ന കാര്യം കൃത്യതയോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പായി കിട്ടുന്നതാണ്. അങ്ങനെയുള്ള നല്ല ഒരു മഹത്തായ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന. ഒരുപാട് മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന പലരും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലാഹു സാലിഹീങ്ങളായ നല്ല ഇണകളെ കിട്ടുന്നതിനുള്ള ഒരു നല്ല മഹത്തായ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ? നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു ആൺകുട്ടിക്കാണെങ്കിലും ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഒരു വിവാഹം നമ്മൾ എടുക്കുമ്പോൾ സാലിഹത്തായ മക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം അതിലാണ് ഖൈറുണ്ടാകുക. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചപ്പോൾ ഒരുപാട് സഹാബാക്കൾ വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹാലോചനകൾ പറയുകയുണ്ടായ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തീരുമാനം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ തീരുമാനം വരാറുണ്ടല്ലോ, അത് വന്നിട്ട് പറയാമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് വന്നിട്ട് പറയാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നബിയേ, ഖദീജ റളിയല്ലാഹു അൻഹാ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗീയ കൊട്ടാരത്തിൽ വെച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിന്റെ ആലോചന യോഗമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് മുത്തനബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ആരാണ് ജിബ്രീലേ വരൻ, ആരാണ് പുതിയാപ്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മഹാനായ അലി റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് വളർന്നയാളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണങ്ങൾ കഴിച്ചു വളർന്ന ആളാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ജിബ്രീലിനോട്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബ് പഠിപ്പിച്ച, അല്ലാഹുവിന്റെ റസൂൽ അദബ് പഠിപ്പിച്ച, അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്ത് പഠിപ്പിച്ച, അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്ത് പഠിപ്പിച്ച മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സ്നേഹമായി. അങ്ങനെ ഈ വിവരം മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ പോകുന്നു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു യാ റസൂലല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അങ്ങയിലാണ് എന്റെ പ്രതീക്ഷ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ഹിജ്റ 2-ാം വർഷം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയും വിവാഹം നടക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ തങ്ങൾ കരയുകയാണ്. അപ്പോൾ മറ്റു പ്രിയപ്പെട്ട ഭാര്യമാർ ചോദിച്ചു, എന്തിനാണ് കരയുന്നത് ഹബീബായ നബിയെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ, എല്ലാ അവസ്ഥയിലും എനിക്ക് സമാധാനം തന്ന ആ മഹദി അവർകൾ അവരുടെ പൊന്നു മകളുടെ വിവാഹത്തിന് കല്യാണത്തിന് അവരില്ലാതെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടം എന്നെ വിഷമപ്പെടുത്തിയെന്ന് ഹബീബനാ റസൂലുള്ളാഹി
മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ ആഗ്രഹിച്ച കാര്യമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഏറ്റവും ആഗ്രഹിച്ച കാര്യമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണം. പക്ഷേ മഹദി അവറുകൾ ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോവുകയുണ്ടായി. ഈ കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ ചെറിയ കണ്ണുനീര് വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ കൂടിയിരുന്ന എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയപ്പോൾ ആ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുനീര് വരികയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനോഹരമായ സന്ദർഭത്തിൽ, ആ മുഹൂർത്തത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിൽ വിവാഹം നടക്കുകയുണ്ടായി. ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. പൊന്നാര നബി നോക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിലത്ത് കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചോദിക്കുകയാണ്, മകളെ നിനക്ക് എന്ത് പറ്റി മോളെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ശരീരത്തിൽ വല്ലാത്ത വേദനയാണ്, പനി പിടിച്ചു പോയി. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്ത് പോയി മകൾക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കഴിക്കാൻ ഒന്നുമില്ല മോളെ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലതും കഴിച്ചിട്ട് ദിവസം 3 പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിനോടാണ് സ്വന്തം മകളെ പറയുന്നത്, നബിയേ, എന്റെ പിതാവേ, വല്ലതും കഴിച്ചിട്ട് ദിവസം 3 എന്റെ പിതാവേ. ഏത് വാപ്പയാണ് മക്കളെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹിക്കുന്നത്? അവിടെ ഏത് വാപ്പയാണെങ്കിലും അപ്പോൾ തന്നെ കൈ പിടിച്ചു കൊണ്ടുപോകില്ലേ? സുബ്ഹാനല്ലാഹ്, ഇന്ന് മനുഷ്യർക്ക് ക്ഷമയില്ലാതെ പോയി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ ഭവനങ്ങളിലും ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ അല്ലാഹു തന്നു, എല്ലാ അനുഗ്രഹങ്ങളും തന്നു. എന്നാലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. കേട്ടോ, 3 ദിവസമായി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു മനസ്സിലാക്കും മുഅ്മിനീങ്ങളെ. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ പൊന്നാര മകളുടെ തലയിൽ തടവുകയാണ്. എന്നവിടെ പറയുകയാണ്, മോളെ, നീ ആരാണെന്നറിയാമോ? നീ ആരാണെന്നറിയാമോ? ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ. മോളെ, നിനക്കറിയില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മഹദി അവറുകൾ ഗർഭിണിയായത്? ആളുകൾ ഇറക്കി വിട്ടപ്പോൾ കഴിക്കാനൊന്നുമില്ലാതെ ചുറ്റുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോയില്ല മോളെ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണ് തുടയ്ക്കുകയാണ്. കണ്ടാ നിങ്ങൾ മോളെ, മറിയം ബീവി എത്രമാത്രം ലോകത്ത് കഷ്ടപ്പെട്ടു മോളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണ് തുടച്ച് പൊന്നാര മക്കൾക്ക് സമാധാനത്തിന്റെ വാചകം പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മകളെ അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം, എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമ്മൾ എന്താണ് ചെയ്ത് കാട്ടിക്കൂട്ടുന്നത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. പടച്ചവനെ, എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവേ ക്ഷമിക്കാനുള്ള കഴിവും ബർക്കത്തും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുന്നതെല്ലാം ഞങ്ങൾ നീ കാക്കണേ അല്ലാഹ്. ഒരു നല്ല വിവാഹം എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു നല്ല വിവാഹം എന്നുള്ളത് നമ്മൾ പലർക്കും ഒരു സ്വപ്നമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചരിത്രം മരണം വരെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ പുതിയാപ്പിളയൊക്കെ ഈ ഒരു ചരിത്രം നമ്മൾ ഓർത്തു വെക്കണം. സുഖദുഃഖങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ എല്ലാത്തിലും ക്ഷമയാണ് നമുക്ക് വലുത്. ക്ഷമ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ജീവിതം, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? ആ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഒരു നല്ല വിവാഹം എന്നുള്ളത് എല്ലാ യുവതി യുവാക്കളുടെയും വലിയൊരു സ്വപ്നമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഇണകളെ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവിടെ തന്നെ ചെന്നെത്തും. വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ, സാലിഹായ ഇണകളെ കിട്ടാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സാലിഹായ ഇണകളെ കിട്ടാൻ ഇനി പറയുന്ന കാര്യം കൃത്യതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പായും അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. മക്കളുടെ വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങി പെട്ടെന്ന് വിവാഹം നടക്കാൻ മഹാന്മാർ പരിചയപ്പെടുത്തുന്ന ചില സൂറത്തുകളുണ്ട്. ഒന്നാമത്തെ സൂറത്തിലാണ് മുഅ്മിനീങ്ങളെ മഹത്തുക്കളായ പണ്ഡിതർ നമ്മുടെ മക്കളുടെ വിവാഹം നടന്ന് പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ ചില സൂറത്തുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ്. അപ്പൊ ഒന്നാമത്തെ സൂറത്ത് താഹ സൂറത്ത്. ഈ താഹ സൂറത്ത് 21 ദിവസം നമ്മൾ ഓതുക. എത്ര ദിവസം? 21 ദിവസം സൂറത്ത് താഹ നമ്മൾ ഓതുക. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിവാഹം നടക്കുകയും തടസ്സങ്ങൾ നീങ്ങി കിട്ടുകയും ചെയ്യും. സൂറത്ത് താഹ 21 ദിവസം ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. ശേഷം ആ വെള്ളം കുടിക്കുകയും ബാക്കി വരുന്ന വെള്ളം വെള്ളത്തിൽ കലർത്തി കുടിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യരായ സാലിഹ്യങ്ങളായ ഇണകളെ കിട്ടുന്നതാണ്. സൂറത്ത് താഹ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. മുഅ്മിനീങ്ങളെ മഹത്വങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചെയ്യുക. രണ്ടാമതായി സൂറത്ത് യൂസുഫ്. ഇതാണ് സൂറത്ത് യൂസുഫ് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക. അങ്ങനെ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതാണ്, മുഖത്തിന് നല്ല പ്രകാശം കിട്ടുന്നതാണ്. മൂന്നാമതായി പെണ്ണ് കാണാൻ പോകുന്ന അവസരത്തിൽ സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്ത് 7 പ്രാവശ്യം നമ്മൾ ഓതുക. സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്ത് 7 തവണ നമ്മൾ ഓതുക. ഖുർആൻ എടുത്തിട്ട് 69-ാമത്തെ ആയത്ത് നമ്മൾ നോക്കണം. ആ 69-ാമത്തെ ആയത്ത് 7 തവണ നമ്മൾ ഓതിക്കൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ അല്ലാഹു തടസ്സങ്ങളൊക്കെ മാറ്റി തരുന്നതാണ്. സാലിഹ്യങ്ങളായ ഇണകളെ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഇനി പെണ്ണാണ് ഓതുന്നതെങ്കിൽ ചെറുക്കൻ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് പെണ്ണ് ഓതുക എങ്കിൽ അല്ലാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി വിവാഹം പെട്ടെന്ന് ശരിയാക്കി തരുന്നതാണ്. അല്ലാഹു സാലിഹ്യങ്ങളായ ഇണകളിലേക്ക് അല്ലാഹു എത്തിച്ചു നൽകുന്നതാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവേ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് മക്കളുടെ ഭവനങ്ങളിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്നു അല്ലാഹ്. സാലിഹീങ്ങളായ ഇണകളെ നീ അവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സർവ്വ ഖൈറുകളും സന്തോഷവും അനുഗ്രഹങ്ങളും അവർ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ربنا كما ربونا صغارا. ارحم الراحمين يا الله. പ്രപഞ്ചസത്താവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതിന്റെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്ത ഒരുപാട് പേരുടെ റബ്ബേ നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. എത്രയോ പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ രോഗികളാണ് റബ്ബേ. പലരും ഹോസ്പിറ്റലിലാണ്, അവരുടെ രോഗങ്ങൾ ശിഫയായി പെട്ടെന്ന് ഭവനങ്ങളിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ
പ്രിയപ്പെട്ടവർ പലരും രോഗികളുണ്ടല്ലോ, അവിടെ രോഗങ്ങൾ ശരിയാകണമല്ലോ. ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് വലിയവരുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണമല്ലോ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ടല്ലോ. ഞങ്ങൾ ആരെയും കടക്കാരായി ഭരിപ്പിക്കില്ലേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത റബ്ബേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. പടച്ചോനെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ നീ തന്ന ശരീരത്തിൽ നീ തന്ന മക്കളുടെ നീ ഭവനങ്ങളിലും അതുപോലെ ഞങ്ങൾ ഇടകളിലും അല്ലാഹുവേ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ റബ്ബേ, ആ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സകലത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.